ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ക്യാരറ്റും കൊണ്ട് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാവേ. ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ക്യാരറ്റിൻ്റെ പുറമൊക്കെ നല്ലപോലെ ചിരണ്ടി അത് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് ഒരു ചില്ലറ പൈസയുടെ കനത്തിൽ ഏകദേശം ഒരേ കനം ₹1 കനം ഉണ്ടല്ലോ, ആ കനം വരുന്ന പോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. എല്ലാം തന്നെ ഒരേ കനം വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇത് പല രീതിയിലായി പോകും. തീരെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളത് കുക്ക് ചെയ്യുമ്പം കുഴഞ്ഞു പോവേ. പിന്നെ ഇതിൻ്റെ അകത്ത് ചേരുവ എന്ന് പറഞ്ഞാൽ ഉള്ളിയും മുളകും ചുട്ടെടുത്താൽ കേട്ടോ, വറ്റൽ മുളകും ഉള്ളിയും. ഇതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വിറകടുപ്പാണ് അതിൻ്റെ അകത്ത് ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് ചോറങ്ങ് വാർത്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചുട്ടും പെറുക്കിയൊക്കെ വെക്കും കേട്ടോ. ഇത് രാവിലെ ചുട്ടെടുത്തതാണ്. അപ്പം ചുട്ടെടുക്കാൻ സൗകര്യം ഇല്ല എന്നുള്ളവർ വറുത്തെടുത്താലും മതി. എന്നാൽ ഇതിനാട്ടോ ടേസ്റ്റ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കുമേ? എന്നിട്ട് ചാരമെല്ലാം തുണി എടുത്ത് നല്ലപോലെ തൂത്ത് കളയണം. അതിൻ്റെ കൂടെ ഉള്ളിയുടെ തൊലി നല്ലപോലെ പൊളിച്ച് കളയണം കേട്ടോ. ഉള്ളിയാണേലും ആ കനലിൽ കിടന്ന് വേകണമേ, എന്നെങ്കിലും അതിൻ്റെ ഉള്ളിലെ പച്ചച്ചവയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ നമ്മളിത് ഒന്നുകൂടെ കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും ഇതിങ്ങനെ വന്നെങ്കിൽ അതിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളേ. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യങ്ങൾ ഇത് കാണുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി നമുക്ക് ഇത് ചതച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളിയും മുളകൊക്കെ ചതക്കത്തില്ലേ, അതുപോലെ ചതച്ചെടുക്കണേ. ഇനി എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചേച്ച് നമ്മൾ ഈ ക്യാരറ്റ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഇനി മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ബട്ടറോ നെയ്യോ ചേർത്താൽ മതി എണ്ണയ്ക്ക് പകരമേ. ഇപ്പോൾ വണ്ണമൊക്കെ ഉള്ളവർക്കാകുമ്പോൾ പെട്ടെന്ന് വണ്ണം കൂടുക, ഞാൻ അങ്ങനെ പറഞ്ഞേ. ഞാനൊക്കെ ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കും കേട്ടോ. ഇത് ഇച്ചിരി എണ്ണ ഒഴിക്കാവളെ, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വെച്ച് മൂടി വെച്ച് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കണേ. ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ അതിൻ്റെ ആ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് കുക്കായെന്ന് പറയുന്നത് ഈ ക്യാരറ്റിൻ്റെ ചുറ്റിന് ആ റൗണ്ട് ഉണ്ടല്ലോ, അവിടെ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുവേ. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ജലാംശം എല്ലാം പറ്റി ആ ബ്രൗൺ കളർ വരുന്ന ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ടോ കറക്റ്റായിട്ട് വന്നേക്കുന്നുണ്ടോ? ഇത് നമ്മൾ ചെറുതീയിലേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങ് എന്നാ പറയുന്നത് കളർ അങ്ങ് മാറിപ്പോവേ. ഈ കളറ് വന്നു കഴിയുന്ന സമയത്ത് നമ്മൾ ഉള്ളിയും മുളകും ചതച്ചത് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു ഇച്ചിരി നേരം ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തേക്കണേ. മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊന്ന് മൂടി വയ്ക്കുമ്പോൾ ഇത് അതുമായിട്ടങ്ങ് ചേരുമല്ലോ, അല്ലെങ്കിൽ ആ ക്യാരറ്റിന് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ലേ. അപ്പം നമ്മൾ ഇങ്ങനെയും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ. അത് ഒരു 2 മിനിറ്റ് അത്രയൊക്കെ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുത്തേച്ച് നമുക്ക് പോരാത്ത ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ പോരാത്ത ഉപ്പുണ്ടെങ്കിൽ ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണേ. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം. ഒരു 3 ക്യാരറ്റൊക്കെ ഒരാൾക്ക് ഒരു നേരം കഴിക്കാൻ പറ്റും കേട്ടോ. വേറെ ഒന്നും കഴിക്കണ്ട, ഇത് മാത്രം. ഇച്ചിരി ഉപ്പിൻ്റെ പോരായ്മയുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുത്തേ. ഭയങ്കര ടേസ്റ്റാണെന്ന് വീണ്ടും പറയാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇത് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണേ. ഭയങ്കര ടേസ്റ്റാണ്, കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണേ. അപ്പം ബട്ടറോ നെയ്യോ ഉപയോഗിച്ച് മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ, പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കഴിച്ചാൽ നല്ല ഹെൽത്തി ആട്ടോ. കുറച്ച് വണ്ണമൊക്കെ വെച്ചോളുവേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. നമുക്ക് വീണ്ടും കാണാവേ. ഓക്കെ, ബൈ.